എല്ലാവർക്കും നമസ്കാരം. ശരത് സാറാണ്. സോ അപ്പോൾ നമ്മുടെ 2014 +2 മാത്തമാറ്റിക്സ് പബ്ലിക് എക്സാം വളരെ മുന്നിലെത്തി നിൽക്കുകയാണ്. സോ വളരെ ആക്റ്റീവായിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കേണ്ട ഒരു സമയമാണിത്. എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് നീങ്ങുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ പ്രോബബിലിറ്റി എന്ന ചാപ്റ്റർ ഏകദേശം വെയിറ്റേജ് കൂടിയ ചാപ്റ്ററാണ്. 7 മാർക്കോളം വെയിറ്റേജ് വരുന്ന ചാപ്റ്ററാണ്. അവിടെ ബേസ് തിയറത്തിന് മുൻഗണന കൊടുത്ത് നല്ല രീതിയിൽ പഠിക്കണം. അതിനോടൊപ്പം തന്നെ ഉറപ്പായിട്ടും ഏകദേശം 3 മാർക്കോളം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഉറപ്പായിട്ടും ചോദ്യം ചോദിക്കുന്ന ടോപ്പിക്കാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി. ആ ഒരു ടോപ്പിക്കും വളരെ മനോഹരമായി തന്നെ ഹാൻഡിൽ ചെയ്യണം. സോ അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് വളരെ പ്രാധാന്യാഭിതമായി പഠിക്കേണ്ട ചോദ്യങ്ങളെന്ന് ഈ ക്ലാസ്സിലൂടെ നോക്കാം. ആദ്യത്തെ ചോദ്യം, പ്രോബബിലിറ്റി ഓഫ് എ ഈസ് ഈക്വൽ ടു 7/13, പ്രോബബിലിറ്റി ഓഫ് ബി ഈസ് ഈക്വൽ ടു 9/13, പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു 4/13. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ പാർട്ടിൽ അവർ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി. ഒരിക്കലും പ്രോബബിലിറ്റി ഓഫ് എ ബൈ ബി എന്ന് വായിക്കരുത്, പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി. ശ്രദ്ധിച്ചിരിക്കണം, അതിന്റെ 1-2 ഇക്വേഷൻ നമ്മൾ പഠിച്ചു വെക്കണം. പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ ഗിവൺ എന്നതിന് ശേഷം ആരാണോ താഴെ നിൽക്കുന്ന ആൾ ആരാണോ അയാളുടെ പ്രോബബിലിറ്റി കൊണ്ട് ഹരിക്കണം. താഴെ നിൽക്കുന്ന ബി ആണ്, ഇപ്പൊ പ്രോബബിലിറ്റി ഓഫ് ബി ആണ് താഴെ വരുന്നത്. ഓക്കെ, ഇത് നേരെ തിരിച്ചും വരാം. പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്നുള്ള രീതിയിലും വരാം. പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ ആണെങ്കിൽ ന്യൂമറേറ്റർ വ്യത്യാസമില്ല, പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി തന്നെയാണ്. ഡിനോമിനേറ്റർ മാറും. ഇപ്പൊ ഗിവൺ എന്നത് എ ആണ്, അപ്പൊ പ്രോബബിലിറ്റി ഓഫ് എ ആയിരിക്കും താഴെ വരുന്നത്. ഓക്കെ, അടിപൊളിയായിട്ട് മനസ്സിലാക്കി വെക്കുക. ഈ 2 ഇക്വേഷനാണ് പ്രധാനമായിട്ടും പഠിക്കേണ്ടത്. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി. അല്ലെ, ഗിവൺ എന്ന് പറയുന്നത് ബി ആണ്, ഇപ്പൊ പ്രോബബിലിറ്റി ഓഫ് ബി ആയിരിക്കും താഴെ വരുന്നത്. സോ ദിസ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ചോദ്യത്തിൽ തന്നിട്ടുണ്ട് 4/13 ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബിയും ചോദ്യത്തിൽ തന്നിട്ടുണ്ട് 9/13. 13 വെട്ടിക്കളഞ്ഞാൽ 4/9. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ പാർട്ടിന്റെ ഉത്തരം എന്ത് വരും? 4/9. രണ്ടാമത്തെ പാർട്ട് നോക്കാം. പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ. പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ന്യൂമറേറ്ററിന് വ്യത്യാസമില്ല, പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി തന്നെയാണ് ന്യൂമറേറ്റർ. ഡിനോമിനേറ്റർ മാറും. ഗിവൺ എന്ന് പറഞ്ഞപ്പോൾ എ ആണ്, ഇപ്പൊ പ്രോബബിലിറ്റി ഓഫ് എ ആയിരിക്കും താഴെ വരുന്നത്. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ചോദ്യത്തിൽ തന്നിട്ടുണ്ട് 4/13 ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എ ചോദ്യത്തിൽ തന്നിട്ടുണ്ട് 7/13. ശരിയാണല്ലോ, 13 വെട്ടി 4/7 വരും ആൻസർ. ക്ലിയർ? ഇനി നിങ്ങൾ നോക്കിയേ, സി പാർട്ടിൽ അവർ പറയുന്ന പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി കണ്ടുപിടിക്കാനാണ്. എന്താണ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബിയുടെ ഇക്വേഷൻ? +1 പഠിച്ച പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. അടിപൊളിയായിട്ട് പഠിച്ചോണേ. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഇക്വേഷൻ എല്ലാവരും ഒന്ന് പഠിച്ചേ. ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചെയ്യേണ്ടി വരും. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. അങ്ങനെയാണെങ്കിൽ പറഞ്ഞേ, പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എയുടെ സ്ഥാനത്തോട്ട് എന്ത് കൊടുക്കണം? 7/13 കൊടുക്കണം. 7/13 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബിയുടെ സ്ഥാനത്തോട്ട് 9/13 9/13 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബിയുടെ സ്ഥാനത്തോട്ട് 4/13 അല്ലെ, 4/13. ഇപ്പൊ ഡിനോമിനേറ്റർ 13 സെയിം ആ എല്ലായിടത്തും. ന്യൂമറേറ്റർ സോൾവ് ചെയ്താൽ പോരെ. 9 നിന്ന് 4 കുറച്ച് 5, 7 5 12, 12/13 ഒരു ആൻസർ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 3 ചോദ്യങ്ങൾ അടിപൊളിയായിട്ട് മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇക്വേഷൻസ് ഏതൊക്കെയാ? പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ പ്രോബബിലിറ്റി ഓഫ് ബി. പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ ആണെങ്കിലോ ന്യൂമറേറ്റർ വ്യത്യാസമില്ല, പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി തന്നെ. ബി ഗിവൺ എ ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ആയിരിക്കും താഴെ വരുന്നത്. ശരിയല്ലയോ? പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്തുവാ? പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കഴിഞ്ഞ ചോദ്യത്തിന് സമാനമായ മറ്റൊരു ചോദ്യം നോക്കാം.
പ്രോബിലിറ്റി ഓഫ് എ 0.6, പ്രോബിലിറ്റി ഓഫ് ബി 0.7, പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി 0.9. അങ്ങനെയാണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി വേണം, പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി വേണം, പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ എ വേണം. നോക്കാം, 1 by 1 ആയിട്ട് നോക്കിക്കോ. പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്കറിയാവുന്ന ഇക്വേഷൻ പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബിയുടേതാണ്. പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഇക്വേഷൻ ഇപ്പൊ നമ്മൾ പഠിച്ചുള്ളൂ. എന്താണ്? പ്രോബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടുന്ന് പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബിക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാക്കാമല്ലോ. ഈ മൈനസ് ഉള്ള പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇപ്പുറം വരുമ്പോൾ പ്ലസ് ആവും. പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു, ഇവിടെ പോസിറ്റീവ് ആയിട്ട് നിൽക്കുന്ന പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി അന്നേരം നേരെ അപ്പുറത്തോട്ട് പോവും. പ്രോബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി, പോസിറ്റീവ് ആയിട്ടുള്ള പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി അപ്പുറം പോകുമ്പോൾ മൈനസ് പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി. എല്ലാ വിലകളും ഉണ്ട്, നേരെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ ദിസ് ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എയുടെ സ്ഥാനത്തോട്ട് 0.6 പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബിയുടെ സ്ഥാനത്ത് 0.7 മൈനസ് പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബിയുടെ സ്ഥാനത്ത് 0.9. ഓക്കെ, 0.9 നിന്ന് 0.7 കുറച്ച് 0.2, വലുത് 0.9 ആണ്. അപ്പൊ 0.6 മൈനസ് 0.2 0.4 വരും ആൻസർ. ഓക്കെ, നിങ്ങൾ സംശയമുണ്ട് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്താൽ മതി. ഇതൊക്കെ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് മാത്രം ചെയ്യുക, അല്ലാതെ ചെയ്ത് തെറ്റിക്കരുത്. 0.4 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ഇനി ബി പാർട്ടി നമ്മളോട് അവർ ആവശ്യപ്പെടുന്നത് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി കണ്ടുപിടിക്കാനാണ് ആവശ്യപ്പെടുന്നത്. പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ ഗിവൺ എന്ന് പറഞ്ഞ ബി ആണ്. അപ്പൊ ബിയുടെ പ്രോബബിലിറ്റി താഴെ വരും, പ്രോബബിലിറ്റി ഓഫ് ബി. ദിസ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എ പാർട്ടി കണ്ടുപിടിച്ചു അല്ലെ. എ പാർട്ടിന്റെ സഹായം വേണം ബി പാർട്ട് ആൻസർ ചെയ്യാൻ. പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കണ്ടുപിടിച്ച് 0.4 ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി. പ്രോബബിലിറ്റി ഓഫ് ബി ചോദ്യത്തിൽ തന്നിട്ടുണ്ട് 0.7. ഓക്കെ, മുകളിലും താഴെയും 10 കൊണ്ട് ഗുണിച്ച് 4/7 ആണ് പ്രോബബിലിറ്റി. 0.4 by 0.7 എന്ന് പറഞ്ഞാൽ 4/7. ഇനി ചോദ്യത്തിന്റെ സി പാർട്ടിൽ നമ്മളോട് അവരെ ആവശ്യപ്പെടുന്ന പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ കണ്ടുപിടിക്കാനാണ്. പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ. പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എയുടെ ഇക്വേഷൻ എന്തുവാ? ന്യൂമറേറ്റർ വ്യത്യാസമില്ല, എ ഇന്റർസെക്ഷൻ ബി തന്നെ, ഡിനോമിനേറ്റർ മാറും. ഗിവൺ എന്ന് പറഞ്ഞ എ ആ, അപ്പൊ പ്രോബബിലിറ്റി ഓഫ് എ ആയിരിക്കും താഴെ വരുന്നത്. ദിസ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബിയുടെ സ്ഥാനത്തോട്ട് നമ്മൾ എ പാർട്ടി കണ്ടുപിടിച്ച ഉത്തരം 0.4 കൊടുത്തു ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എയുടെ സ്ഥാനത്ത് 0.6 ചോദ്യത്തിലുണ്ട്. ഓക്കെ, മുകളിലും താഴെയും 10 കൊണ്ട് ഗുണിച്ചാൽ 4/6 വരും. 4/6 വീണ്ടും 2 കൊണ്ട് കട്ട് ചെയ്താൽ 2/3 വരും ആൻസർ. 2/3 ഇസ് ദ റിക്വയർഡ് സൊല്യൂഷൻ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 3 ചോദ്യങ്ങളും അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? 3 പാർട്ടുകളും കറക്റ്റ് ആയിട്ട് മനസ്സിലായില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. പ്രോബബിലിറ്റിയിൽ നിന്ന് നമുക്ക് ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് നിങ്ങൾ ബോർഡിൽ കാണുന്നത്. പ്രത്യേകിച്ച് കണ്ടീഷണൽ പ്രോബബിലിറ്റിയിൽ നിന്നുള്ള നമ്മൾ അധികം എക്സ്പെക്ട് ചെയ്യാത്ത പക്ഷെ ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു വേർഡ് പ്രോബ്ലം അടിപൊളിയായിട്ട് കണ്ട് ഇപ്പോഴേ അങ്ങ് പഠിച്ചോണം. എ ഡൈ ഈസ് ത്രോൺ ട്വൈസ്. ഡൈ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഡൈ എന്ന് പറയുമ്പോൾ ഏണിയും പാമ്പും കളിക്കുമ്പോൾ നമ്മൾ എറിയുന്ന സാധനമാണ് ഡൈ. അതിന് 6 ഫേസുകളുണ്ട്. ഓരോ ഫേസിലും ഓരോ സംഖ്യകൾ, കുത്തുകളായിട്ട്. ഒരു കുത്ത് ആണെങ്കിൽ ഒരു സംഖ്യ, 2 കുത്തിടുകയാണെങ്കിൽ അത് 2 ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതേപോലെ അല്ലെ, 1 മുതൽ 6 വരെയുള്ള സംഖ്യകൾ. A die is thrown twice and sum of the numbers appearing is observed to be 6. അല്ലെ, ആ അന്നേരം അപ്പിയർ ചെയ്യുന്ന സംഖ്യകളുടെ തുക 6 ആവുന്നതാണ് ഇവന്റ്. What is the conditional probability? So this question is particularly from the topic conditional probability. Conditional probability എന്നുള്ള ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യമാണ്. ഓക്കെ, അപ്പൊ കണ്ടീഷണൽ പ്രോബബിലിറ്റി ആദ്യം ചെയ്ത പോലെയുള്ള ചോദ്യങ്ങളല്ലാതെ ഇതേപോലെ വേർഡ് പ്രോബ്ലംസും പ്രതീക്ഷിക്കാം. That the number 4 has appeared at least once. കാരണം എന്തുകൊണ്ടാണ് വേർഡ് പ്രോബ്ലംസ് പ്രതീക്ഷിക്കണമെന്ന് എടുത്തു പറയുന്നത് എന്ന് ചോദിച്ചാൽ, സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള വേർഡ് പ്രോബ്ലംസ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ബെർണോളിസ് ട്രയൽസിൽ നിന്നോ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ നിന്നോ ഒക്കെയാണ്. ആ ടോപ്പിക് എല്ലാം ഡിലീറ്റഡ് ആയതുകൊണ്ട്, എടുത്തു കളഞ്ഞ ടോപ്പിക് ആയതുകൊണ്ട് ഈ പറയുന്ന ബേസ് തിയറത്തിൽ നിന്നും അതിനോടൊപ്പം തന്നെ ചേർത്ത് വെക്കാവുന്ന ഈ കണ്ടീഷണൽ പ്രോബബിലിറ്റിയിൽ നിന്നൊക്കെയുള്ള വേർഡ് പ്രോബ്ലംസിന് പ്രാധാന്യം വളരെ കൂടുതലാണ് പബ്ലിക് എക്സാമിന്. കാരണം 7 മാർക്കിന്റെ ചോദ്യം ക്രിയേറ്റ് ചെയ്യപ്പെടേണ്ടത് കൊണ്ട് ഈ പറയുന്ന വേർഡ് പ്രോബ്ലംസിന്റെ പ്രാധാന്യം ഏറെയാണ്. അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി പഠിക്കുക. ദ നമ്പർ 4 ഹാസ് അപ്പിയർഡ് അറ്റ്ലീസ്റ്റ് വൺസ് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമ്മുടെ ഇവന്റ് നമുക്ക് വേണ്ടത് എന്താണ്? നമ്പർ 4 ഹാസ് അപ്പിയർഡ് അറ്റ്ലീസ്റ്റ് വൺസ്. അപ്പൊ അതാണ് എ എന്ന് എടുക്കുക. ദാറ്റ് എ മസ്റ്റ് ബി നമ്പർ 4 ഹാസ്, ആ ഇവന്റ് ഞാൻ എ എന്ന് എടുക്കുന്നു. നമ്പർ 4 ഹാസ്
ഹാസ് അപ്പിയേർഡ് അറ്റ്ലീസ്റ്റ് വൺസ്. അപ്പിയേർഡ് അറ്റ്ലീസ്റ്റ് വൺസ്. ബി എന്ന് പറയുന്നത് എന്താണ്? അങ്ങനെ നമ്പർ 4 അപ്പിയർഡ് അറ്റ്ലീസ്റ്റ് വൺസ് ആകുമ്പോൾ നമുക്ക് സം 6 ഉണ്ടാവണം അല്ലേ? സം ഓഫ് ദ നമ്പേഴ്സ് എന്ന് പറയുന്നത് 6 ആയിരിക്കണം. സം ഓഫ് നമ്പേഴ്സ് എന്താണ്? സം ഓഫ് നമ്പേഴ്സ് ഈസ് 6. സം ഓഫ് നമ്പേഴ്സ് 6 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഇവന്റുകളുടെ സെറ്റ് ഒന്ന് എഴുതി ഉണ്ടാക്കിക്കേ. എ എന്ന് പറയുന്നത് എന്താണ്? നമ്പർ 4 ഹാസ് അപ്പിയർഡ് അറ്റ്ലീസ്റ്റ് വൺസ്. സാമ്പിൾ സ്പേസ് നമുക്കറിയാം, സാമ്പിൾ സ്പേസിന്റെ സബ്സെറ്റ് ആണ് എല്ലായ്പ്പോഴും ഈവന്റ് എന്ന് വിശേഷിപ്പിക്കുന്നത് അല്ലേ? അപ്പൊ ഈവന്റ് എഴുതി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ സാമ്പിൾ സ്പേസിനെ കുറിച്ച് ധാരണ എല്ലാവർക്കും ഉണ്ടായിരിക്കണം. ഒരു ഡൈ ത്രോ ചെയ്യുമ്പോഴത്തേക്കിനും അല്ലെ, ശ്രദ്ധിച്ചിരിക്കുക, 2 പ്രാവശ്യം ഡൈ ത്രോ ചെയ്യുമ്പോഴത്തേക്കിനും നമ്മുടെ മുന്നിൽ 36 സാധ്യതകളുണ്ട് അല്ലെ? 1 1 2 2 3 3 1 1 1 1 2 1 3 1 4 1 5 1 6 2 2 2 3 2 2 2 3 2 4 2 5 2 6 അങ്ങനെ 3 1 3 2 3 3 3 4 3 5 3 6 അങ്ങനെ 6 1 6 2 6 3 6 4 6 5 6 6 അങ്ങനെ 36 സാധ്യതകൾ. സാമ്പിൾ സ്പേസിൽ 36 എലമെന്റുകളുണ്ട്. ഓക്കെ, ആ 36 സാധ്യതകളിൽ 4 അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും വരുന്ന സാധ്യതകൾ മാത്രം ഈ ഇവന്റിനകത്ത് എഴുതിയാൽ മതി. ഏതൊക്കെയാണ് 4 ഒരു പ്രാവശ്യമെങ്കിലും വരുന്നത്? 4 1 4 വരുന്നുണ്ട്, 4 2 4 വരുന്നുണ്ട്, 4 3 4 വരുന്നുണ്ട്, 4 4 4 വരുന്നുണ്ട്, 4 5 4 വരുന്നുണ്ട്, 4 6 4 വരുന്നുണ്ട്. ഇവന്മാരെല്ലാം തിരിഞ്ഞും വരാലോ. 1 4 4 വരുന്നുണ്ട്, ശരിയല്ലേ? 1 4 4 വരുന്നുണ്ട്, 2 4 4 വരുന്നുണ്ട്, 3 4 4 വരുന്നുണ്ട്. 4 4 തിരിച്ചിട്ടാ വല്ല വ്യത്യാസം ഉണ്ടോടെ? 4 4 തന്നെയല്ലേ കിട്ടുന്നേ. സെറ്റിനകത്ത് എന്ത് അലൗഡ് അല്ല? റെപ്പിറ്റീഷൻ അലൗഡ് അല്ല. 4 5 തിരിച്ചിട്ട 5 4, 4 6 തിരിച്ചിട്ട് 6 4. ഇതാണ് നമ്മുടെ സാമ്പിൾ സ്പേസിനകത്തിന്റെ സബ്സെറ്റ്. സാമ്പിൾ സ്പേസിന്റെ സബ്സെറ്റ് ആയിട്ടുള്ള ഇവന്റ് നമ്പർ 4 ഹാസ് അപ്പിയർഡ് അറ്റ്ലീസ്റ്റ് 1 എന്ന് പറയുന്ന ഇവന്റ്. ഇനി അതിനകത്ത് ബി ആയിട്ട് പറയുന്നത് സം ഓഫ് നമ്പേഴ്സ് ഈസ് 6. ഡൈ ത്രോ ചെയ്യുമ്പോൾ ഇങ്ങനെ എഴുതുന്ന ഓർഡേർഡ് പെയറുകളിൽ എനിക്ക് സമ്മ് എന്ത് വരണം? 6 വരണം. സമ്മ് 6 വരുന്ന ആൾക്കാർ ഏതൊക്കെയാണ് സമ്മ് 6 വരുന്നത്? 5 1 എടുക്കാം, എനിക്ക് സമ്മ് 6 വരും. 5 1 കൂട്ടി 6. അപ്പൊ തന്നെ അത് തിരിച്ചു കിട്ടണം. 1 5 എടുക്കാം, ശരിയല്ലേ? പിന്നെ സമ്മ് 6 വരണം അല്ലെ? പിന്നെ എനിക്ക് എടുക്കാൻ പറ്റുന്ന 4 2 എടുക്കാം. 4 2 കൂട്ടി 6 ആണ്. അത് തന്നെ തിരിച്ചു വിടാം. 2 4 കൂട്ടി 6 ആണ്, ശരിയല്ലേ? പിന്നെ എനിക്ക് എടുക്കാൻ പറ്റുന്ന 3 3 എടുക്കാം. 3 3 കൂട്ടി 6. ഇത്രയല്ലേ പറ്റത്തുള്ളൂ, ശരിയല്ലേ? 5 1 1 5 4 2 2 4 3 3. ഇതാണ് സമ്മ് 6 വരുന്നത്. സാമ്പിൾ സ്പേസിന്റെ സബ്സെറ്റിൽ സമ്മ് 6 വരുന്ന ഇവന്റ് ഇതാ, ശരിയാണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി, സമ്മ് 6 വരുന്നതിനകത്ത് 4 വരാനുള്ള പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി ആണ്, ശരിയാണല്ലോ? ദിസ് ഈസ് ഈക്വൽ ടു, പ്രോബബിലിറ്റി മാറ്റി നമുക്ക് n എന്ന് കൊടുക്കാൻ പറ്റും, നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ഇന്റർസെക്ഷൻ ബി. അതായത് സെറ്റിന്റെ രൂപത്തിലാണ് ചോദ്യമെങ്കിൽ പി മാറ്റി n ആക്കാന്ന് പഠിച്ചിട്ടുണ്ട്. നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ഇന്റർസെക്ഷൻ ബി ബൈ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ബി. ഓക്കെ, പ്രോബബിലിറ്റിയുടെ രൂപത്തിൽ വേണമെങ്കിലും എഴുതാം, പ്രശ്നമൊന്നുമില്ല. ഒരു സ്റ്റെപ്പ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഞാൻ പിക്ക് വരെ n കൊടുക്കുന്നു. നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ സെറ്റ് നോക്കിയാൽ മതി. അപ്പൊ അതിനുവേണ്ടി എ ഇന്റർസെക്ഷൻ ബി നമുക്കൊന്ന് കണ്ടുപിടിക്കണം. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ രണ്ടിടത്തും കോമൺ ആയിട്ട് വരുന്നവര് ആരൊക്കെയുണ്ട്? രണ്ടിടത്തും കോമൺ ആയിട്ട് വരുന്നവര് 4 2 ഇവിടെയുണ്ട്. പിന്നെ 2 4 കോമണാ. വേറെ ആരും ഇല്ലല്ലോ കോമൺ. 5 1 ഇവിടെ ഒന്നും 4 ഇല്ല, അപ്പൊ അത് കോമൺ ആയിട്ട് വരത്തില്ല. 4 2 2 4. അതാണ് എ ഇന്റർസെക്ഷൻ ബി. 4 2 2 4. ആ 2 ഓർഡേർഡ് ബേസ് 4 2 2 4. അതാണ് എ ഇന്റർസെക്ഷൻ ബി. ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, 2 സെറ്റിനും കോമൺ ആയിട്ട് പൊതുവായിട്ടുള്ള ആൾക്കാരാണ് ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ എ ഇന്റർസെക്ഷൻ ബിക്ക് അത് എത്ര പേരുണ്ട്? എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ഇന്റർസെക്ഷൻ ബി. എ ഇന്റർസെക്ഷൻ ബിക്ക് അകത്ത് 2 പേരുണ്ട് അല്ലെ? 2 എലമെന്റ്സ് ഉണ്ട്. സോ 2 ഡിവൈഡഡ് ബൈ എൻ ഓഫ് ബി. ബി സെറ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? 1 2 3 4 5 പേര്. സോ എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ എൻ ഓഫ് ബി നമുക്ക് ആൻസർ എന്ത് കിട്ടും? 2/5 ആണ് ആൻസർ കിട്ടുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി പഠിക്കണം. ഓക്കെ, സോ ഇത് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രോബബിലിറ്റിയിൽ നിന്ന് 2 മാർക്കിന് നമുക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്.
ഇൻഡിപെൻഡന്റ് ഈവന്റുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ശ്രദ്ധിച്ചിരിക്കണേ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഇൻഡിപെൻഡന്റ് ഈവന്റ് എന്ന് പറയുന്നത്. ചോദ്യം ഇതാണ്: ലെറ്റ് എ ആൻഡ് ബി ആർ ഈവൻസ് വിത്ത് പ്രോബബിലിറ്റി ഓഫ് എ ഇസ് ഈക്വൽ ടു 3/5, പ്രോബബിലിറ്റി ഓഫ് ബി ഇസ് ഈക്വൽ ടു 3/10, പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു 1/5. ആർ എ ആൻഡ് ബി ഇൻഡിപെൻഡന്റ് എന്നാണ് ചോദ്യം. എയും ബിയും രണ്ട് ഇവന്റുകൾ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഇവന്റുകളാണോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. ശ്രദ്ധിച്ചിരിക്കുക, രണ്ട് ഈവന്റ്സ് എയും ബിയും ഇൻഡിപെൻഡന്റ് ആണ് എന്നുണ്ടെങ്കിൽ, ഇഫ് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡന്റ് ഈവന്റ്സ്, എയും ബിയും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഈവന്റ്സ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് എഴുതാം, ദെൻ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ആയിരിക്കും. എയും ബിയും ഇൻഡിപെൻഡന്റ് ഈവന്റ്സ് ആണ് എന്നുണ്ടെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ആയിരിക്കും. ഈ ഒരു കണ്ടീഷനാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. ഇഫ് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡന്റ് ഈവന്റ്സ്, എയും ബിയും ഇൻഡിപെൻഡന്റ് ഈവന്റ്സ് ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് ഇൻഡിപെൻഡന്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യാനാണ് ചോദ്യം. ഇതേ ചോദ്യം തന്നെ പ്രീവിയസ്ലി പബ്ലിക് എക്സാമിന് വന്നതാണ്. ലെറ്റ് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡന്റ് ഈവന്റ്സ് വിത്ത് പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? 3/5 ആണ്. പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് 3/10 ആണ്. പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എത്രയാണ്? 1/5 ആണ് അല്ലെ. പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്താണ്? 1/5 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വെരിഫൈ ചെയ്ത് നോക്കാം. പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്നുള്ളത് പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ഇട്ടാണ്. അപ്പോൾ അത് വെരിഫൈ ചെയ്യാം. പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ചെയ്യുമ്പോൾ എന്ത് വരും? പ്രോബബിലിറ്റി ഓഫ് എയുടെ സ്ഥാനത്ത് 3/5 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബിയുടെ സ്ഥാനത്ത് 3/10. ഓക്കെ, ആൻസർ എന്ത് കിട്ടും? 9/50. 9/50 1/5 തുല്യമാണോ? ഒരിക്കലും അല്ല. ദിസ് ഈസ് നോട്ട് ഈക്വൽ ടു 1/5 അല്ലെ. ദെർഫോർ 1/5 എന്ന് പറയുന്ന ആള് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈസ് നോട്ട് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി. അപ്പൊ അതുകൊണ്ട് ഈ ഇവന്റുകൾ ഇൻഡിപെൻഡന്റ് ആണോ? ഇൻഡിപെൻഡന്റ് അല്ല. ഇൻഡിപെൻഡന്റ് ആവണമെങ്കിൽ ഇത് തുല്യമാവണം. തുല്യമല്ലാത്തത് കൊണ്ട് therefore events A and B are not independent events അല്ലെ. therefore A and B are not independent events. എയും ബിയും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഈവന്റുകളല്ല. എ ആൻഡ് ബി ആർ നോട്ട് ഇൻഡിപെൻഡന്റ് ഈവന്റ്സ് എന്നുള്ളതാണ് ആൻസർ വരിക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മനസ്സിലാക്കി വെക്കുക. 2 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാവുന്ന ചോദ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തതായിട്ട് ഇൻഡിപെൻഡന്റ് ഈവന്റ്സ് നമ്മളിപ്പോൾ എന്താണെന്നുള്ള ഡിസ്കസ് ചെയ്തു. അവിടെ നിന്ന് ഉറപ്പായിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു വേർഡ് പ്രോബ്ലം, നല്ല അടിപൊളി ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കി പഠിച്ചോണം. ഒരുപാട് പ്രാവശ്യം പരീക്ഷയ്ക്ക് വന്ന ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. പ്രോബബിലിറ്റി ഓഫ് സോൾവിങ് എ സ്പെസിഫിക് പ്രോബ്ലം ഇൻഡിപെൻഡന്റ്ലി. അപ്പോൾ ആ വാക്ക് കാണുമ്പോഴേ നമ്മൾ ഉറപ്പിക്കണം. ഇൻഡിപെൻഡന്റ്ലി എന്നുള്ള വാക്ക് കാണുമ്പോഴേ നമ്മൾ ഉറപ്പിക്കണം അത് ഇൻഡിപെൻഡന്റ് ഈവന്റുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ബൈ എ ആൻഡ് ബി ആർ 1/2 ആൻഡ് 1/3. എയും ബിയും ഇൻഡിപെൻഡന്റ് ആയിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി, അതായത് എ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1/2ഉം ബി ആ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1/3ഉം ആണ്. അങ്ങനെയാണെങ്കിൽ ഇഫ് ബോത്ത് ട്രൈ ടു സോൾവ് ദ പ്രോബ്ലം ഇൻഡിപെൻഡന്റ്ലി, രണ്ടുപേര് പരസ്പര സഹായം ഇല്ലാതെ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ട്രൈ ചെയ്യുകയാണെങ്കിൽ, ഫസ്റ്റ് പാർട്ടിൽ അവർ ചോദിക്കുന്നു ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ പ്രോബ്ലം എന്താണ് ബോത്ത് ഓഫ് ദം, അതായത് രണ്ടുപേരും ബോത്ത് ഓഫ് ദം സോൾവ്സ് ദ പ്രോബ്ലം. അതായത് ബോത്ത് അല്ലെങ്കിൽ ആൻഡ് ഈ വാക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഇന്റർസെക്ഷൻ ആണ്. ഇന്റർസെക്ഷൻ ബോത്ത് എന്ന് കാണുമ്പോൾ നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത് എന്താണ്? ഇന്റർസെക്ഷൻ ആണ് അല്ലെ. ഇന്റർസെക്ഷൻ ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ അതായത് പ്രോബബിലിറ്റി ഓഫ് എയും ചെയ്യണം ഇന്റർസെക്ഷൻ ബി, അതായത് എയും ആ പ്രോബ്ലം സോൾവ് ചെയ്യണം, ബിയും ആ പ്രോബ്ലം സോൾവ് ചെയ്യണം. അതായത് ഇതാണ് പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ഓഫ് ദം സോൾവ് ദ പ്രോബ്ലം എന്ന് പറയുന്നത്. എയും ബിയും ഇൻഡിപെൻഡന്റ് ഈവന്റ് ആയതുകൊണ്ട് തൊട്ട് മുമ്പേ പറഞ്ഞ കൺസെപ്റ്റ് പ്രകാരം ഇഫ് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡന്റ് ഈവന്റ്സ്, ക്ലിയർലി വി ക്യാൻ റൈറ്റ് ദാറ്റ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി. പ്രോബബിലിറ്റി ഓഫ് എയുടെ സ്ഥാനത്ത് 1/2 ഇൻറ്റു
പ്രോബിലിറ്റി ഓഫ് ബിയുടെ സ്ഥാനത്ത് 1/3. ആൻസർ എന്ത് വരും? 1/6. ഓക്കെ, അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ത് കിട്ടി? 1/6. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ പാർട്ട് നമ്മളോട് എന്താ ആവശ്യപ്പെടുന്നത്? ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ പ്രോബ്ലം ഈസ് സോൾവ്ഡ്. പ്രോബ്ലം സോൾവ്ഡ് ആയിരിക്കണം. അതായത് ഒന്നില്ലെങ്കിൽ എ ആൻസർ ചെയ്താൽ പ്രോബ്ലം സോൾവ്ഡ് ആവും, അല്ലെങ്കിൽ ബി ആൻസർ ചെയ്താലും പ്രോബ്ലം സോൾവ്ഡ് ആണ്, അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും ആൻസർ ചെയ്താലും പ്രോബ്ലം സോൾവ്ഡ് ആണ്. അപ്പോൾ പ്രോബ്ലം സോൾവ്ഡ് ആവാനുള്ള സാധ്യത ഇത്രയേ ഉള്ളൂ, ഒന്നില്ലെങ്കിൽ എ അല്ലെങ്കിൽ ബി. അതായത് ഒരു ഓറിന്റെ സാധ്യത എ അല്ലെങ്കിൽ ബി, അതാണ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി. അല്ലെ, പ്രോബ്ലം ഈസ് സോൾവ്ഡ് എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കേണ്ട പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ആണ്. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി നമ്മൾ കുറച്ചു മുമ്പേ പഠിച്ച ഡെഫിനിഷൻ. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബിയുടെ എക്സ്പാൻഷൻ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. വാല്യൂസ് എല്ലാം കൊടുത്തേ. പ്രോബബിലിറ്റി ഓഫ് എയുടെ സ്ഥാനത്തോട്ട് 1/2 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബിയുടെ സ്ഥാനത്തോട്ട് 1/3 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി നമ്മൾ ഫസ്റ്റ് പാർട്ടി കണ്ടുപിടിച്ചിട്ടുണ്ട് 1/6 ആണ്. ആ വില ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, 1/6. ക്ലിയർ ആണല്ലോ. ദാണ്ട് ഇവിടെ മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ 3 × 1 3 പ്ലസ് 1 × 2 2 ഡിവൈഡഡ് ബൈ 2 × 3 6 മൈനസ് 1/6. 3 2 5/6 മൈനസ് 1/6. ഡിനോമിനേറ്റർ സെയിം ആണ്, 5 ൽ 1 കുറച്ച് 4. 4/6 കട്ട് ചെയ്താൽ 2/3. ഓക്കെ, 2/3 ആണ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സെക്കൻഡ് പാർട്ട് പക്ക. ഇനി മൂന്നാമത്തെ പാർട്ടിൽ അവരെന്തോ പറയുന്നത്? ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് നൺ ഓഫ് ദം, അതായത് ആരും ആ പ്രോബ്ലം സോൾവ് ചെയ്യരുത്, രണ്ടുപേരും ചെയ്യരുത്. നൺ ഓഫ് ദം സോൾവ് ദ പ്രോബ്ലം. അതായത് അതിന്റെ മാത്തമാറ്റിക്കൽ നൊട്ടേഷൻ ഇങ്ങനെയാണ് വരിക: പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി. അതായത് രണ്ടുപേരും ചെയ്യാനുള്ളത്, രണ്ടുപേരും ചെയ്യരുതെങ്കിൽ അതിനൊരു കോംപ്ലിമെന്റ് കൊടുക്കണം, കോംപ്ലിമെന്റ്. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് ആണ് മൂന്നാമത്തെ പാർട്ടി കണ്ടുപിടിക്കേണ്ടത്. നൺ ഓഫ് ദം സോൾവ് ദ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എയും ചെയ്യരുത് ബിയും ചെയ്യരുത്. അപ്പൊ എയും ബിയും ചെയ്യാനുള്ളത് എ യൂണിയൻ ബി, അതിന്റെ കോംപ്ലിമെന്റ്. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ? പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ആണ്. പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് എന്താണ്? 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി, അല്ലെ? 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി സെക്കൻഡ് പാർട്ടി കണ്ടുപിടിച്ചു, 2/3 ആണ്. അത് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 1 മൈനസ് 2/3 ക്രോസ് ചെയ്താൽ 3 മൈനസ് 2/3 1/3 ഒരു ആൻസർ. അപ്പൊ ഈ ചോദ്യത്തിന് വലിയ പ്രത്യേകത, ഏറ്റവും പ്രാധാന്യാർഹിതമായ പ്രത്യേകത എന്ന് പറയുന്നത് ഫസ്റ്റ് പാർട്ടി കൂടെ കിട്ടുന്ന എ ഇന്റർസെക്ഷൻ ബിയുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ സെക്കൻഡ് പാർട്ടി ആൻസർ വരത്തുള്ളൂ. സെക്കൻഡ് പാർട്ടി കൂടെ കിട്ടുന്ന എ യൂണിയൻ ബിയുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ തേർഡ് പാർട്ടിൽ ആൻസർ വരത്തുള്ളൂ. അപ്പൊ കറക്റ്റ് ഓർഡർ പ്രകാരം എന്താണ് ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് എന്ന് മനസ്സിലാക്കി അടിപൊളിയായിട്ട് ചെയ്ത് പഠിക്കേണ്ട ക്വസ്റ്റ്യൻ, പരീക്ഷയ്ക്ക് നന്നായി പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രോബബിലിറ്റിയിൽ നിന്ന് 4 മാർക്കിന് നമുക്ക് 100% ഉറപ്പിക്കാവുന്ന ഒരു ചോദ്യം ബേസ് തിയറത്തിൽ നിന്നുള്ള ചോദ്യമാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് മനസ്സിലാക്കി പഠിക്കേണ്ട ഒരു സാധനമാണ് ബേസ് തിയറം. ബേസ് തിയറം എന്ന് പറയുന്നത് കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ ഒരു തുടർച്ചയാണ്. ബേസ് തിയറം BAYES ബേസ് തിയറം. ശ്രദ്ധിച്ചിരിക്കണം. ഇപ്പൊ എന്താണ് ബേസ് തിയറം എന്ന് പറയുന്നത്? നമുക്കറിയാം കണ്ടീഷണൽ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറയുന്നത്, അതിന്റെ ഡെറിവേഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, വളരെ എളുപ്പമാണ്. പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ പ്രോബബിലിറ്റി ഓഫ് ബി ആണ് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറയുന്നത്. ശരിയല്ലയോ? പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്താണെന്ന് നമ്മൾ ആദ്യം പറഞ്ഞു. പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എ ആണ്. ശരിയല്ലേ? അപ്പൊ ഇവിടുന്ന് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ത് വരും? ഈ പ്രോബബിലിറ്റി ഓഫ് എ ഇങ്ങോട്ട് കൊടുക്കുക. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇങ്ങോട്ട് വരുമ്പോൾ ഓൾറെഡി ഇവിടെ പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ ഉണ്ട്, അതിന്റെ കൂടെ ആര് വരും? പ്രോബബിലിറ്റി ഓഫ് എയും കൂടെ വരും. ശരിയല്ലേ? വേണ്ട, ഈ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബിയുടെ വാല്യൂ, അതായത് പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്ന വാല്യൂ ഞാൻ തന്നെ ഇങ്ങോട്ട് കൊടുക്കാൻ പോവാം. ഈ കാണുന്ന സ്ഥലത്തോട്ട് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബിയുടെ സ്ഥാനത്തോട്ട് കൊടുക്കാൻ പോവാം. അപ്പൊ എന്ത് വരും? പ്രോബബിലിറ്റി ഓഫ്
എ ഗിവൺ ബി ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബിക്ക് പകരം എന്താണ്ട് ഇപ്പൊ കിട്ടിയ വില പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ. പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ ഡിവൈഡഡ് ബൈ ഓൾറെഡി ഇവിടെ ആരുണ്ട്, പ്രോബിലിറ്റി ഓഫ് ബി ഉണ്ട്. ഇതാണ് ബേസ് തിയറം. ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് ബേസ് തിയറം. പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി അക്കോർഡിംഗ് ടു ബേസ് തിയറം. പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറയുന്നത് എന്താണ്, പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ. അതായത് എ ബൈ ബി നേരെ തിരിച്ചിടണം, ബി ബൈ എ. ഓർത്തിരിക്കാൻ പ്രയാസമൊന്നുമില്ല. എ ബൈ തിരിച്ചിടുമ്പോൾ ബി ബൈ എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ ബൈ ഈ ബി സംഭവിക്കാനുള്ള മുഴുവൻ പ്രോബിലിറ്റി, ടോട്ടൽ പ്രോബിലിറ്റി. ഓക്കെ, അപ്പൊ അത് പ്രകാരം വേണ്ട നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ ബാഗ് കണ്ടെയ്ൻസ് 2 വൈറ്റ് ആൻഡ് 3 റെഡ് ബോൾസ്. ഒരു ബാഗിനകത്ത് 2 വൈറ്റും 3 റെഡ് ബോളും ഉണ്ട്. അനദർ ബാഗ് കണ്ടെയ്ൻസ്, മറ്റൊരു ബാഗിൽ 4 വൈറ്റും 5 റെഡ് ബോളും ഉണ്ട്. വൺ ബോൾ ഈസ് ഡ്രോൺ അറ്റ് റാൻഡം ഫ്രം ദ ബാഗ്. ബാഗിൽ നിന്ന് ഒരു ബോൾ നോക്കാതെ റാൻഡമായിട്ട് എടുക്കുന്നു. ആൻഡ് ഇറ്റ് ഈസ് ഫൗണ്ട് ടു ബി റെഡ്. അത് റെഡ് ആണെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ആ എടുത്തത് സെക്കൻഡ് ബാഗിൽ നിന്നാവാനുള്ള സാധ്യത എന്താണെന്നാണ് ചോദ്യം. ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് ഡ്രോൺ ഫ്രം ബാഗ് ബി. ഓക്കെ, അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ട പ്രോബിലിറ്റി ഓഫ് ബാഗ് ബിയിൽ നിന്ന് റെഡ് എടുക്കാനുള്ള പ്രോബിലിറ്റി. അതാണ് ബി ഗിവൺ ആർ എന്ന് എഴുതിയേക്കുന്നത്. എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ ബൈ പ്രോബിലിറ്റി ഓഫ് ബി. അതേപോലെ തന്നെ ബി ബൈ ആർ തിരിച്ചിട്ടാൽ ആർ ബൈ ബി ഇൻറ്റു താഴെയുള്ള ആളുടെ പ്രോബിലിറ്റി. എയുടെ പ്രോബിലിറ്റിയാണ് ഇവിടെ വന്നത്. അതേപോലെ ബിയുടെ പ്രോബിലിറ്റി മുകളിൽ വരും. പ്രോബിലിറ്റി ഓഫ് ആർ അഥവാ പ്രോബിലിറ്റി ഓഫ് ആർ താഴെ, ഇവിടെ പ്രോബിലിറ്റി ഓഫ് ബി താഴെ വന്ന പോലെ. ബേസ് തിയറത്തിന്റെ സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ അത് പ്രകാരം നമുക്ക് ഇങ്ങനെ എഴുതാം. ഓക്കെ, പ്രോബിലിറ്റി ഓഫ് ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ പ്രോബിലിറ്റി, അതായത് നമുക്ക് ടോട്ടലി റെഡ് കിട്ടാനുള്ള മുഴുവൻ സാധ്യത എന്താണെന്നുള്ള ജസ്റ്റ് നമുക്ക് പറഞ്ഞുതരാം. ഇത്തരത്തിലുള്ള ചോദ്യം കാണുമ്പോഴേ നമ്മളൊരു റഫ് സ്കെച്ച് വരയ്ക്കാം. നമ്മുടെ 2 ബാഗ് ഉണ്ട്. ഓക്കെ, 2 ബാഗുകളുണ്ട് നമ്മുടെ കയ്യിൽ. ഞാൻ 2 ബാഗ് വരച്ചു. ആദ്യത്തെ ബാഗ് എ ആണ്, രണ്ടാമത്തെ ബാഗ് ബി. ഓക്കെ, ഇങ്ങനെ 2 ബാഗുകളുണ്ട് എൻ്റെ കയ്യിൽ. ആദ്യത്തെ ബാഗിനകത്ത് 2 വൈറ്റും 3 റെഡും. 2 വൈറ്റ് 3 റെഡ്. രണ്ടാമത്തെ ബാഗിനകത്ത് 4 വൈറ്റും 5 റെഡും അല്ലെ, 4 വൈറ്റ് 5 റെഡ്. 1 ബോൾ ഈസ് ഡ്രോൺ അറ്റ് റാൻഡം ഫ്രം ദി ബാഗ്. അതായത് ഒരു ബോൾ റാൻഡം ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ റെഡ് ബോൾ കിട്ടുന്നു. അത് സെക്കൻഡ് ബാഗിൽ നിന്നാവാനുള്ള ചാൻസ്. ഇപ്പൊ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്, പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ ആർ എന്ന് പറയുന്നത്, ശ്രദ്ധിച്ചിരിക്കണേ, നിങ്ങൾ ഇത്ര ആലോചിക്കുക. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് സെക്കൻഡ് ബാഗിൽ നിന്ന് എന്ത് കിട്ടണം, റെഡ് ബോൾ കിട്ടണം. സെക്കൻഡ് ബാഗിൽ നിന്ന് റെഡ് ബോൾ കിട്ടണം. അപ്പം ഫേവറബിൾ ബൈ ടോട്ടൽ ആണല്ലോ പ്രോബിലിറ്റി. നമുക്ക് സെക്കൻഡ് ബാഗാണ് ഫേവറബിൾ. അവിടെ നിന്ന് റെഡ് കിട്ടാനുള്ള സാധ്യത. മൊത്തം 5, 4, 9 ബോളുണ്ട് അല്ലെ, 9 ബോളുണ്ട്. അവിടെ നിന്ന് റെഡ് വരണമെങ്കിൽ എന്ത് വരും, 5/9. 5/9. ഇനി അതാണ് ഇവിടെ പ്രോബിലിറ്റി ഓഫ് ആർ ഗിവൺ ബി എന്ന് എഴുതിയേക്കുന്നത്. ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി എന്ന് ഉദ്ദേശിക്കുന്നത് ഈ രണ്ടാമത്തെ ബാഗ് ചൂസ് ചെയ്യാൻ ഒരു പ്രോബിലിറ്റി ഉണ്ടല്ലോ. 2 ബാഗിൽ നിന്നും ഒരു ബാഗ് എടുക്കാൻ ഒരു പ്രോബിലിറ്റി വേണ്ടേ. 2 എന്ന് ഒരെണ്ണം എടുക്കാനുള്ള പ്രോബിലിറ്റി 1/2. ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡോ അല്ലെങ്കിൽ ടെയിലോ വീഴാനുള്ള പ്രോബിലിറ്റി 1/2 എന്ന് പറയുന്ന പോലെ 2 ബാഗിൽ നിന്നും ഒരു ബാഗ് നമ്മൾ എടുക്കാനുള്ള പ്രോബിലിറ്റി, ഒരു ബാഗ് എടുക്കാനുള്ള പ്രോബിലിറ്റി, ആ ഒരു ബാഗ് ചൂസ് ചെയ്യാനുള്ള പ്രോബിലിറ്റി എത്രയാണ്, 1/2. ഓക്കെ, ഹാഫ് ആണ് പ്രോബിലിറ്റി. അതാണ് ഈ പ്രോബിലിറ്റി ഓഫ് ബി എന്നുള്ള പ്രോബിലിറ്റി ഓഫ് രണ്ടാമത്തെ ബാഗ്. ഇനി ആദ്യത്തെ ബാഗിൽ നിന്ന് റെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി. ഇനി മൊത്തത്തിൽ റെഡ് പി ഓഫ് ആർ ആ താഴെ വരുന്നത്. അതായത് മൊത്തത്തിൽ റെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി, ആ ഒരു ടോട്ടൽ പ്രോബിലിറ്റി താഴെ വരണം. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ബാഗിൽ നിന്ന് റെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി ഉണ്ടാവും, രണ്ടാമത്തെ ബാഗിൽ നിന്ന് റെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി ഉണ്ടാവും. അത് രണ്ടും കൂടെ കൂട്ടി വെച്ചേക്കുക. ആദ്യത്തെ ബാഗിൽ നിന്ന് റെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി, ആദ്യത്തെ ബാഗിൽ 3 റെഡ് ഉണ്ട് അല്ലെ. മൊത്തം എത്ര ബോളുണ്ട്, 3 × 2 5 ബോളുണ്ട്. കഴിയുന്നില്ല, അവിടെയും ആദ്യത്തെ ബാഗ് ചൂസ് ചെയ്യാൻ ഒരു പ്രോബിലിറ്റി ഉണ്ടല്ലോ, ആ 1/2 കൊടുക്കാൻ മറക്കരുത്. പ്ലസ് രണ്ടാമത്തെ ബാഗിൽ നിന്ന് റെഡ് കിട്ടാൻ, രണ്ടാമത്തെ ബാഗിൽ 5 റെഡ് ഉണ്ട്. മൊത്തത്തിൽ 5, 4, 9 ബോളുണ്ട്. രണ്ടാമത്തെ ബാഗ് എടുക്കാനുള്ള പ്രോബിലിറ്റി 1/2. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ 1/2 മുകളിലും ഉണ്ട്, താഴെ കോമൺ എടുത്താൽ അത് വെട്ടിപ്പോവും. സോ ദിസ് ഈസ് ഈക്വൽ ടു 5/9 ഇൻറ്റു 1/2. താഴെ ഞാൻ 2 ടേംസിൽ നിന്ന് 1/2 പുറത്തെടുത്താൽ ബാക്കി 3/5 പ്ലസ് 5/9. 1/2 വെട്ടിക്കളയാം. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു 5/9 ഡിവൈഡഡ് ബൈ, താഴെ മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 9 3 27 പ്ലസ് 5 25 ഡിവൈഡഡ് ബൈ
5 ഗുണം 9 വരും. ആ 9 9 തമ്മിൽ വെട്ടാം. താഴെയുള്ള 5 നേരെ മുകളിൽ പോവും. മുകളിലുള്ള 5ന്റെ കൂടെ ചേർന്ന് 5 25 വരും മുകളിൽ. താഴെ 7 5 12ന് 2 ശിഷ്ടം 1 2 2 4 1 5 25/52. ഓക്കെ, അപ്പൊ നമ്മളൊരു ബോൾ ചൂസ് ചെയ്യുമ്പോൾ രണ്ടാമത്തെ ബാഗിൽ നിന്നും റെഡ് ബോൾ കിട്ടാനുള്ള ചാൻസ് എത്രയാണ്? 25/52 ആണ് ശരി ഉത്തരം. 4 മാർക്കാണ് ഈ പ്രോബ്ലം ചെയ്തെടുക്കുന്നതിന് കിട്ടുന്നത്. ഉറപ്പായിട്ടും നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും പ്രഡിക്റ്റബിൾ എന്നുള്ള പട്ടികയിൽപ്പെടുത്താവുന്ന ചോദ്യം. നന്നായിട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യനോട് കൂടി പ്രോബബിലിറ്റിയിലെ പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളൊക്കെ ഏകദേശം ഒന്ന് കവറപ്പ് ആയി എന്ന് വിശ്വസിക്കാം. ശ്രദ്ധിച്ചിരിക്കണം, ഇത് 3 മാർക്കിന് പ്രീവിയസ് വന്ന ചോദ്യമാണ്. If A and B are two events, then prove that the occurrence of at least one of A and B is 1 minus probability of A complement into probability of B complement. ശ്രദ്ധിച്ചിരിക്കണേ, നോക്കാം നമുക്ക്. പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് എ ആൻഡ് ബി, അതായത് ഒന്നില്ലെങ്കിൽ എ അല്ലെങ്കിൽ ബി, അതാണ് പ്രോബബിലിറ്റി ഓഫ് എ ഓർ ബി ആണ് പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് എ ആൻഡ് ബി എന്ന് പറയുന്നത്. പ്രോബബിലിറ്റി ഓഫ് എ ഓർ ബി എന്ന് പറഞ്ഞാൽ, ഓർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ആലോചിക്കണം യൂണിയൻ ആണ്, ആൻഡ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ബോത്ത് എന്ന് പറഞ്ഞാൽ ഇന്റർസെക്ഷൻ. സോ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ആസ് പെർ ദ ഡെഫിനിഷൻ പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഇനി ചോദ്യത്തിൽ പറയുന്നുണ്ട് എയും ബിയും ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആണെന്ന്. നമുക്കറിയാം എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ആണ്. ശരിയല്ലേ? അപ്പൊ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബിയുടെ സ്ഥാനത്തോട്ട് നമ്മൾ എന്ത് കൊടുക്കണം? പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി. സോ ദിസ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് രണ്ട് ടേംസിൽ നിന്നും പ്രോബബിലിറ്റി ഓഫ് ബി നമുക്ക് ഔട്ട്സൈഡ് എടുക്കാം അല്ലെ. പ്രോബബിലിറ്റി ഓഫ് ബി പുറത്തെടുത്താൽ ബാക്കി എന്തുണ്ട്? ഇവിടെ 1 ആവും, ഇവിടെ പ്രോബബിലിറ്റി ഓഫ് എ ആവും. ശരിയാണല്ലോ? ഇനി നമുക്കറിയാം 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ. എന്താണ് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ? അതാണ് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ അല്ലെ. പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ്, അതായത് റാൻഡം എക്സ്പെരിമെന്റിന്റെ ടോട്ടൽ പ്രോബബിലിറ്റി 1 ആണ്. പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ 1ൽ നിന്നും പ്രോബബിലിറ്റി ഓഫ് എ കുറച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഈ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എക്ക് പകരം എന്ത് കൊടുക്കാം? പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി ഇൻറ്റു 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എക്ക് പകരം പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ്. ഓക്കെ, ഇനി അതേപോലെ പ്രോബബിലിറ്റി ഓഫ് എക്ക് പകരം നമുക്ക് എന്ത് വേണേൽ കൊടുക്കാം? പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് എന്തായിരിക്കും? 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ആയിരിക്കും. അവിടുന്ന് പ്രോബബിലിറ്റി ഓഫ് എ പറഞ്ഞേ, മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇപ്പുറം വരുമ്പോൾ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എ, ഇതപ്പുറം പോയാൽ മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ്. ഇപ്പൊ പ്രോബബിലിറ്റി ഓഫ് എ റീപ്ലേസ് ചെയ്തുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കണേ, പ്രോബബിലിറ്റി ഓഫ് എ റീപ്ലേസ് ചെയ്തുകൊണ്ട് എന്ത് കൊടുക്കാം? 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് കൊടുക്കാം. ശരിയല്ലേ? അപ്പൊ ഈ പ്രോബബിലിറ്റി ഓഫ് എ മാറ്റിക്കൊണ്ട് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് കൊടുത്തു പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ്. ഇനി നിങ്ങൾ നോക്കിയേ, ഈ പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് പുറത്തെടുക്കാമല്ലോ. 1 മൈനസ് ഉൾപ്പെടെയാണ് എടുക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റിനെ, അത് ശ്രദ്ധിച്ചോണം. മൈനസ് ഉൾപ്പെടെ പോയാൽ ബാക്കി 1, മൈനസ് ഉൾപ്പെടെ പോയാൽ പ്ലസ് മൈനസ് ആവും. കാരണം മൈനസ് ഉള്ളിലേക്ക് കയറി മൈനസ് ഓഫ് മൈനസ് ആണ് തിരിച്ച് പ്ലസ് ആവുന്നത് അല്ലെ. ബാക്കി എന്തുണ്ട്? ഇവിടെ പ്രോബബിലിറ്റി ഓഫ് ബി ഉണ്ട്. ശരിയാണല്ലോ? അതായത് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ഇൻറ്റു 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ബി എന്തുവാ? ഒന്നിൽ നിന്നും പ്രോബബിലിറ്റി ഓഫ് ബി കുറച്ചാൽ, ഒന്നിൽ നിന്നും പ്രോബബിലിറ്റി ഓഫ് എ കുറച്ചാൽ പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ്, ഒന്നിൽ നിന്നും പ്രോബബിലിറ്റി ഓഫ് ബി കുറച്ചാലോ പ്രോബബിലിറ്റി ഓഫ് ബി കോംപ്ലിമെന്റ്. അപ്പൊ ഈ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ബിയുടെ സ്ഥാനത്തോട്ട് പ്രോബബിലിറ്റി ഓഫ് ബി കോംപ്ലിമെന്റ് കൊടുക്കാം. ഓക്കെ, 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി കോംപ്ലിമെന്റ്. പ്രൂഫ് ആയല്ലോ. 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി കോംപ്ലിമെന്റ്. ഈ ചോദ്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് പഠിക്കുക. പ്രത്യേകിച്ച് ബേസ് തിയറത്തിലെ ചോദ്യം, ഇപ്പം നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ, കണ്ടീഷണൽ പ്രോബബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആദ്യമേ ചെയ്ത വേർഡ് പ്രോബ്ലവും വേർഡ് അല്ലാതെ ചോദിക്കുന്ന പ്രോബ്ലംസും, പിന്നെ വളരെ പ്രാധാന്യാർഹമായ ഇൻഡിപെൻഡന്റ് ഇവന്റുമായിട്ട് ബന്ധപ്പെട്ട വേർഡ് പ്രോബ്ലം, ഇതെല്ലാം തന്നെ ഫോളോ ചെയ്യണം. പരീക്ഷയ്ക്ക് നമുക്ക് 7 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. ഓക്കെ, വീണ്ടും നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അണ്ടിൽ ദെൻ ടാറ്റ ബൈ ബൈ, സീ യു.